ഹലോ ഗായ്സ്, ഇന്ന് ആമസോണിൽ നിന്ന് നമുക്ക് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്ന വയർലെസ് മൈക്ക് വന്നിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആ പാർസൽ. ഓക്കെ, നല്ല പാർസലൊക്കെയാണ്. നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ബോക്സ് തുറന്നു. ഇൻവോയ്സ് ആവശ്യമില്ല. ഓക്കെ, ചെറിയ ബോക്സ് ആട്ടോ, അപ്പം നമുക്കിത് ആവശ്യമില്ല. അപ്പം ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 വയർലെസ് ലേവിയർ മൈക്രോഫോൺ. ഇത് നമ്മൾ കോംബോ പാക്കാണ് മേടിച്ചേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ സംഭവം എന്ന് പറഞ്ഞില്ലേ, നമുക്കകത്ത് നോക്കാം. DSLR കണക്ട് ചെയ്യുന്നത്, ഇതൊന്ന് ഐഫോണിൽ കണക്ട് ചെയ്യുന്നത്, ഇത് നമുക്ക് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് 2 ബട്ടൺ ടൈപ്പ് മൈക്ക് ഉണ്ടോ. ഇതാണ് നമുക്ക് വന്നേക്കുന്ന പാക്കിംഗ്. ഓക്കെ, നമുക്കിത് ഫർദർ ഓപ്പൺ ചെയ്യാം. നൈസായിട്ട് കൈയൊന്നും മുറിയാതിരിക്കണം. ഓക്കെ, നമ്മൾ കവർ എടുത്തു. ഇവിടെ ഒരു ഇതുണ്ടല്ലേ, നൈസായിട്ട്. ഓക്കെ, പാക്കിങ് നല്ലതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എടുത്തപ്പം തന്നെ നമുക്ക് എന്താ യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് നമ്മുടെ സ്മൈലീസ് ഒക്കെയാണ്. എനിക്ക് സ്റ്റിക്കറാണെന്ന് തോന്നുന്നു. യൂസർ മാനുവൽ ഇത് നമുക്ക് ആവശ്യമില്ല. യൂസർ മാനുവൽ മാറ്റി വെച്ചു. ഓക്കെ ഓക്കെ, നമുക്ക് എടുത്തപ്പം തന്നെ ചെറിയ ടൈനി ബോക്സാണ് കേട്ടോ. നല്ല രസമുണ്ട്, കളർ നല്ല പാക്കിംഗ് ആണ് കണ്ടോ. അതാണ് ഹോളി ലാൻഡിൻ്റെ മൈക്ക്, വയർലെസ് മൈക്ക്. ഓക്കെ, നമുക്ക് 2 കോംബോ പാക്ക് ആയതുകൊണ്ട് ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് C ടൈപ്പ്. ഓക്കെ, ഇത് നമ്മുടെ ഐഫോൺസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ വയർലെസ് റിസീവറാണിത്. ഇത് ആൻഡ്രോയിഡിൻ്റെയും ഇത് ഐഫോണിൻ്റെ ആണ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറെ എന്താ ഉള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് പാക്കിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ 2 വയർലെസ് ഹെഡ്ഫോൺ. ഇച്ചിരി ഉള്ളൂ സംഭവം, നമ്മൾ ബട്ടൺ സൈസാണ് കേട്ടോ. ഓക്കെ, മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, 2 എനിക്ക് ലെഫ്റ്റ് അല്ല, ഇത് നമുക്ക് 2 പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റ്സ്. നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ ഷട്ടിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നല്ല ഹെവി, ഭയങ്കര നല്ലൊരു മാഗ്നറ്റാണിത്. ഹെവി മാഗ്നറ്റ് ആട്ടോ, നമ്മൾ വിചാരിക്കുന്ന സാധാ മാഗ്നറ്റ് ഒന്നും അല്ല. വേറെന്താ ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ DSLRലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന റിസീവർ. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള ഒരിതുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്. ഓക്കെ, ഹോളി ലാൻഡ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്താണെന്നുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, പവർ ഓൺ പവർ ഓഫ് ബട്ടൺ. ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൈക്കിൻ്റെ ഓക്കെ, ഇത് ഇവിടെയാണ്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, സോറി, സൈഡിലോട്ടാണ്. ഓക്കെ, സോറി, തിരിച്ച് വയ്ക്കണം ചാർജിങ്ങിൻ്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തേക്കുന്നത് നോബ്. അപ്പോൾ അതുപോലെ നമുക്ക് വേണം ഇത് പ്ലേസ് ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയും ചാർജിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വേണം ഈ ഒരു ബോക്സിലോട്ട്, ചാർജിങ് ബോക്സിലോട്ട് വയ്ക്കാൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ പോർട്ട് കാണുന്നാണ്ടേ. ഇതുണ്ട്, ടൈപ്പ് C ചാർജിങ് ആണ്. ഇതിലോട്ട് കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസീവറും ഈ 2 ഇതും ചാർജ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ സെപ്പറേറ്റ് ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെയാണ് US ടൈപ്പ് C ചാർജിങ് ആണ്. ഇതുപോലെ ഇവിടെയും ടൈപ്പ് C ചാർജിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് തുറന്നു. ഓക്കെ, ഒരു ചെറിയ ബാഗൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, ഹോളി ലാൻഡിൻ്റെ ബാഗാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാരി ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു നമുക്കൊരു ചാർജിങ് കേബിൾ ഉണ്ട്. C ടൈപ്പാണ്.
അഡാപ്റ്റർ കാണാൻ സാധ്യതയില്ല. എന്താ സംഭവം? ഓക്കെ, ഇതാണ് നമ്മുടെ നോയ്സ് ചെയ്യാതിരിക്കാനുള്ള മറ്റേ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ. ഓക്കെ, ഇതും പൊളിക്കണം. ഓക്കെ, നമ്മുടെ നോയ്സ് ഡിസ്ട്രക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാനുള്ളൊരു ഇതാണ്. എന്താണ് സാധനം? ഓക്കെ, നമുക്ക് ഓക്കെ മാല പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ കണ്ടായിരുന്നു അഡീഷണൽ. ഇത് നമുക്ക് കഴുത്തേൽ ഇങ്ങനെ തൂക്കിയിട്ട്, ഇതൊരു ജസ്റ്റ് ഒരു മാലയാണ്. ഓക്കെ, പാക്കിംഗ് ഒക്കെ ഇച്ചിരി കട്ട് ചെയ്യുക. അയ്യോ, നമ്മൾ കഴുത്തേൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആ മൈക്ക് നമുക്ക് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം. മാഗ്നറ്റാണ് ഇത്, മാഗ്നറ്റാട്ടോ. അപ്പോൾ കഴുത്തേൽ ഇങ്ങനെ കിടന്നോളും, സ്റ്റൈലായിട്ട് ഒരു മാല പോലെ കിടന്നോളും. അതിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ ഇതെന്താണ് സാധനം? ഓക്കെ, ചെക്ക്. ഓക്കെ, ഇത് അഡീഷണൽ ക്ലിപ്പാട്ടോ അത്. ഓക്കെ, നമുക്കിതിങ്ങനെ ബട്ടൺ പോലെയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് മൈക്ക് ഇവിടെ ഇത് ചെയ്യാം. ഇതും നമുക്ക് യൂസ് ചെയ്യാം. കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ സംഭവമുണ്ട്. ഇത് മാല. ഓക്കെ, ഈ ഐറ്റംസ് ഒന്നും പിന്നെ ഉപയോഗിക്കാം. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെങ്കിൽ. ഓക്കെ, എങ്ങനെ ഉണ്ടെന്നോ. അപ്പം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞു. ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇൻബിൽറ്റ് ഫോണിലുള്ള മൈക്രോഫോണിലാണ്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കണക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് മൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഓഡിയോ ക്വാളിറ്റി എന്തുമാത്രം വ്യത്യാസമുണ്ട്, എന്തൊക്കെ ഇതുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ റെക്കോർഡിംഗ് ഓഡിയോ ത്രൂ USB മൈക്ക് എന്ന് പറഞ്ഞാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇപ്പം കാണും. ഇതിൻ്റെ അകത്തൊരു ബട്ടണുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ചെയ്യാൻ നോക്കട്ടെ. അത് ഓൺ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് തോന്നുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഓൺ ക്ലിക്ക് ചെയ്തപ്പോഴത്തേന് നമ്മുടെ ഇതിപ്പോൾ ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഗ്രീൻ ആയിട്ടുണ്ട്. നേരത്തെ ഇത് ബ്ലൂ കളറാണ് കണ്ടോ. ഈ ബ്ലൂ ആകുമ്പോഴത്തേന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എജക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഒരു പ്രസ് ചെയ്യുമ്പോഴത്തേന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ മാറിയിട്ടുണ്ടാവും. നമുക്കിനി എന്തുമാത്രം ഇത് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടാം. ഇവർ 250 മീറ്ററാണ് പറയുന്നത്. ഞാൻ അത്യാവശ്യം കുറച്ച് ദൂരം പോയി നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിന്ന് സംസാരിക്കുന്നത്. ഏകദേശം ഒരു 5-6 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ബാക്കിലോട്ട് പോവാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, അതൊന്ന് ഇട്ട് നോക്കാം. ഫാനിൻ്റെ നോയ്സ് ഇതിപ്പോൾ ഞാൻ നോയ്സ് കൺട്രോൾ ഓഫ് ചെയ്താണ് നോക്കുന്നത് കേട്ടോ. നോയ്സ് റിഡക്ഷൻ ചെയ്യാതാണ് ഈ മൈക്രോഫോണിൽ കേൾക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ഞാൻ ഈ നോയ്സ് റിഡക്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഗ്രീൻ ആയിട്ടുണ്ട്. ഇപ്പം നോയ്സ് റിഡക്ഷൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏകദേശം ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം. ഇത് ഇപ്പോൾ 200 മീറ്റർ പോകാൻ പറ്റത്തില്ല, കാരണം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്രോഫോണിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വയർലെസ് മൈക്രോഫോൺ, ഹോളിലാൻഡ് ലാർക്ക് M2. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട് സംഭവം. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടെ. ഇതിപ്പം വയർലെസ്, ഇത് നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ് ഇപ്പോൾ ഉണ്ട്. നോയ്സ് ക്യാൻസൽ അഗൈൻ. അപ്പം അടുത്തുള്ള നോയ്സ് ഒന്നും കേൾക്കുന്നില്ല. ഇനി നമ്മുടെ അടുത്ത വീഡിയോസ് എല്ലാം നമ്മൾ ഈ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു ബേസിക് എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു 15,000 ഒക്കെ ആവും. പക്ഷെ എന്നാലും നമുക്ക് ഇച്ചിരി ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനും അത്യാവശ്യം 2 പേര് സംസാരിക്കുമ്പോഴത്തേന് നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അപ്പം ഇതിൻ്റെ ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.